ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ? അതേപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് എത്ര ടൈം എടുക്കും? അതേപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? ഇപ്പോൾ ഒരു സ്മോൾ എന്റർപ്രൈസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ തന്നെ ഞാൻ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് അതിന്റെ യൂസേജ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന്റെ ടൈം പീരീഡ്, പ്രോസസ്സ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് സമറൈസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ട്രേഡ് മാർക്ക് എന്ന് നോക്കാം. അതായത് ഒരു ട്രേഡ് എന്നുണ്ടായിരിക്കും, മാർക്ക് ഉണ്ടായിരിക്കും. ട്രേഡ് പ്ലസ് മാർക്ക്, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ ബിസിനസ്സിന് ഒരു പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ആ ബിസിനസ്സിന് ഒരു ലോഗോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു ടാഗ് ലൈൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിനെ ഏത് എലമെന്റിലൂടെയാണ് അവരുടെ ബ്രാൻഡ് അറിയപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രേഡ് മാർക്കായിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന എലമെന്റ് ഏതാണ്? അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ വേർഡ് ആവാം, ലോഗോ ആവാം, അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ടൈറ്റിൽ മ്യൂസിക് ആയിരിക്കാം. അപ്പോൾ ഇത് എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പിളിന്റെ ലോഗോ, അതേപോലെ തന്നെ നൈക്കിന്റെ ടിക്ക് മാർക്ക്, ഏഷ്യൻ പെയിന്റ്സിലെ എലിഫന്റ്, കൊക്കക്കോളയുടെ ബ്രാൻഡ് നെയിം. അപ്പോൾ ഇതൊക്കെ ഒരു യുണീക് ബിസിനസ് ഐഡന്റിഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാൻഡ് നെയിം പറയാണ്ട് തന്നെ നമുക്ക് ഇവരുടെ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ലോഗോ കാണുമ്പോൾ തന്നെ ഏത് ബ്രാൻഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടോ, അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ട്രേഡ് മാർക്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ് മാർക്ക് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് നെയിമെയോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോഗോനെയോ, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടാഗ് ലൈനെയോ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഇനി ഉണ്ടാവുന്ന ഡൗട്ട്, ആർക്കൊക്കെയാണ് ട്രേഡ് മാർക്ക് എടുക്കേണ്ടത്? അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നെയിം വേറെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാതിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ലോഗോ വേറെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാതിരിക്കണം. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതായത് ഒരു ബിസിനസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതൊരു ഇൻഡിവിജ്വലിന്റെ നെയിമിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അവരൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ അണ്ടറിൽ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അതേപോലെ ട്രസ്റ്റിന്റെ അണ്ടറിൽ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, അപ്പോ ചിലപ്പോ രണ്ട് പാർട്ട്നേഴ്സ് ഒരുമിച്ചായിട്ട്, അല്ലെങ്കിൽ രണ്ട് മൂന്ന് പാർട്ട്നേഴ്സ് ഒരുമിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരാൾക്ക് മാത്രം ആ നെയിം പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നി. അതായത് ആളാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും, ബിസിനസിന് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. അപ്പൊ ആ പുള്ളി വിചാരിക്കുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ആ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പേരിൽ, അതായത് ഇൻഡിവിജ്വലിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, ഏതൊരു ഇൻഡിവിജ്വലിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അതിന് ബിസിനസ് വേണമെന്നില്ല. അവർക്ക് ഇപ്പോ യൂട്യൂബ് ചാനൽ ആവട്ടെ, ഇൻസ്റ്റാഗ്രാം പേജ് ആവട്ടെ, സോഷ്യൽ മീഡിയ പേജസ് ആവട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ ഒരു വീക്ക്ലി ബേസിസ്, അല്ലെങ്കിൽ മന്ത്ലി ബേസിസ്, അല്ലെങ്കിൽ ഇയർലി ബേസിസ് നടത്തുന്നുണ്ട്. അപ്പൊ ആ അവാർഡ് ഫംഗ്ഷന്റെ പേര് എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനൊക്കെയാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ട്രേഡ് മാർക്ക് നമുക്ക് വേർഡ് ആയിട്ട് എടുക്കാം, ലോഗോ ആയിട്ട് എടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം വേർഡ് ആയിട്ട്, അതായത് നമുക്കൊരു ബിസിനസ് ഉണ്ട്, ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, അതിന്റെ പേര് മാത്രം. ഇപ്പോ ആപ്പിൾ എന്നുള്ള വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ APPLE, അതിന്റെ വേർഡ് മാത്രം. അപ്പൊ ആ വേർഡിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, വേർഡിനെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ എടുക്കാം. അതിനാണ് വേർഡ് മാർക്ക് എന്ന് പറയുക. ഓക്കെ, അതേപോലെ തന്നെ ലോഗോ. അപ്പൊ ആപ്പിളിന്റെ ഒരു ലോഗോ എല്ലാവർക്കും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആപ്പിളിന്റെ ലോഗോ ഉണ്ടല്ലോ. അപ്പോൾ ആ ലോഗോന് രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾക്കൊരു ലോഗോ ഉണ്ട്, ആ ലോഗോനെ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കാം. അതിന് നമുക്ക് ലോഗോ മാർക്ക് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഡിവൈസ് മാർക്ക് എന്ന് പറയും. അതേപോലെ തന്നെ വേർഡ് ഉണ്ട്, ലോഗോയും ഉണ്ട്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ, ആമസോണിന്റെ ഒക്കെ കൂടെ അവരുടെ ലോഗോയും ഉണ്ട്, അതിന്റെ കൂടെ അതിന്റെ പേരും ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡും ലോഗോയും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. അതിന് നമ്മൾ കോമ്പോസിറ്റ് മാർക്ക് എന്ന് പറയും. ഓക്കെ, അതിൽ നമുക്ക് വേർഡിന് ഒരു 50%
പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലോഗോയ്ക്കും, അതായത് നമ്മൾ എങ്ങനെയാണ് ആ വേർഡ് അല്ലെങ്കിൽ ആ കോമ്പോസിറ്റ് മാർക്ക് അല്ലെങ്കിൽ ആ ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, ആ എലമെന്റിനായിരിക്കും നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക. പിന്നെ അതേപോലെ തന്നെ സൗണ്ട് മാർക്ക് എന്ന് പറയും. അതായത് ഇപ്പോ നോക്കിയയുടെ ടോൺ, അതൊക്കെ നമുക്ക് എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ടൈറ്റിൽ മ്യൂസിക്. അപ്പോൾ ഇതേപോലത്തെ എലമെന്റ്സ് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള സൗണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. പിന്നെ കളർ കോമ്പിനേഷൻസ്, ഇപ്പൊ കൊക്കക്കോളയുടെ ഒക്കെ കളർ കോമ്പിനേഷൻസും അതേപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുക്കുകയാണ്. അപ്പോൾ സെവനപ്പിന്റെ ബോട്ടില്, കൊക്കക്കോളയുടെ ബോട്ടില്, അതേപോലെ തന്നെ ആപ്പി ഫിസ്, അങ്ങനെ സ്പ്രൈറ്റിന്റെ ബോട്ടിൽ, അങ്ങനെ ഓരോ കളേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ഓരോ ബോട്ടിൽസ് എടുക്കുക, അത് ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ കളർ കോമ്പിനേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷേപ്പ് മാർക്ക് എന്ന് പറയും. ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിലിൽ നമുക്ക് അവരുടെ ബോട്ടിലോ അവരുടെ ലേബലോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ബ്രാൻഡിന്റെ ആണ്. ഇപ്പോൾ ആപ്പി ഫിസിന്റെ ബോട്ടിലൊക്കെ നമുക്ക് അവരുടെ ലേബൽ കാണണം, നമുക്ക് ഇത് ഏത് ബ്രാൻഡിന്റെയാന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ട. അപ്പോ ഓരോ ഷേപ്പ്, അതായത് അതിന്റെ പ്രൊഡക്റ്റിന്റെ ഷേപ്പ് ആണ് അവരുടെ ബിസിനസിന്റെ ബ്രാൻഡിന്റെ ട്രേഡ് മാർക്ക് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പിനെ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേർഡ് ആയിട്ട് എടുക്കാം, ലോഗോ ആയിട്ട് എടുക്കാം, സൗണ്ട് ആയിട്ട് എടുക്കാം, അതേപോലെ തന്നെ ടാഗ് ലൈൻസ് എടുക്കാം, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും സിംബൽസ് എടുക്കുക. നമ്മൾ സിംബൽ മാത്രം, ഏതെങ്കിലും ചില സിംബൽസ് ഈ ബ്രാൻഡിനെ ഡിപിക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഒരു ബിസിനസ് ഓണർ വരികയാണ്. അപ്പൊ ബിസിനസ് ഓണർ വന്നിട്ട് നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഏതൊക്കെ രീതിയിൽ എടുക്കാം, വേർഡ് ആയിട്ട് എടുക്കണോ ലോഗോ ആയിട്ട് എടുക്കണോ എന്നെല്ലാവർക്കും മനസ്സിലായിട്ട് അപ്പൊ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, ഇപ്പൊ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അറിയേണ്ടത് എന്താണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന്റെ പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കണം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ആദ്യം ചെയ്യേണ്ടത് ട്രേഡ് മാർക്ക്, ഇപ്പോൾ ആദ്യം ഞാൻ വേർഡ് ആയിട്ടാണ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, വേർഡ് മാർക്കാണ്. അപ്പൊ എന്റെ ആ ബ്രാൻഡിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ട്രേഡ് മാർക്ക് സെർച്ച് ആണ്. ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് പബ്ലിക് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ പേരടിച്ചു കൊടുത്ത് നമ്മൾ നാച്ചർ ഓഫ് ബിസിനസ്, നമ്മളിപ്പോൾ ക്ലോത്തിങ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ക്ലോത്തിങ് അണ്ടറിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് ട്രേഡ് മാർക്കിൽ 45 ക്ലാസ്സസ് ഉണ്ട്, 1 to 34 വരെ ഗുഡ്സിന്റെ ക്ലാസ്സസ് ആണ്, 34 to 45 വരെ സർവീസസ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാറ്റഗറി, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏത് ക്ലാസിന്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആണ്. അപ്പോൾ അത് 25 ക്ലാസ്സിലാണ്, മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 25 ക്ലാസ്സിലാണ് അത് വരിക. അപ്പോൾ എന്റെ ബ്രാൻഡിന്റെ പേര് മയൂര എന്നാണ് വിചാരിക്കുക. അപ്പൊ എന്റെ ബ്രാൻഡ് മയൂര എന്നുള്ളത് 25 ക്ലാസിന്റെ അണ്ടറിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ട്രേഡ് മാർക്കിന്റെ പബ്ലിക് സെർച്ച് എന്നുള്ള പോർട്ടൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് കയറിയിട്ട് നമ്മളുടെ പേര് അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും മയൂര എന്നുള്ള ബ്രാൻഡിന്റെ ഫോണറ്റിക്കലി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിമിലാരിറ്റി ഉള്ളത് അല്ലെങ്കിൽ സെയിം നെയിം ഉള്ളത് ഏതെങ്കിലും രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ്, ഏത് ക്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ അവർ അപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് ആയോ അതോ അവർ അപ്ലിക്കേഷൻ പ്രോസസ് ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട്, അവർ അപ്ലിക്കേഷൻ നമ്പർ, ഏത് സ്ഥലത്താണ്, ഗുഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എല്ലാം നമുക്ക് പബ്ലിക് സെർച്ചിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ട്രേഡ് മാർക്ക് നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ട് ആ നെയിം അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ട്രേഡ് മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ കാര്യം ഒന്നും ആവശ്യമില്ല കേട്ടോ. ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഞാൻ എന്റെ സ്വന്തം പേരിലാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. അതേപോലെ തന്നെ ബിസിനസിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സിന്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ MSME സർട്ടിഫിക്കറ്റ്, അതേപോലെ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീഡ്. അപ്പോൾ ഇതേപോലെയുള്ള ബിസിനസ് പ്രൂഫുകൾ എന്താണെന്നുണ്ടെങ്കിൽ അത് മാത്രം സബ്മിറ്റ് ചെയ്താലായിട്ട് മതി. ഓക്കെ, അപ്പൊ നമുക്ക് അപ്ലിക്കേഷൻസ് പല രീതിയിൽ നമുക്ക് 2 തരത്തിലാണ് മെയിൻ ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. അതായത് എക്സ്പീഡിയറ്റ് ഫയലിംഗ് എന്ന് പറയും, നോർമൽ
പ്രൊസീജിയർ, നോർമൽ ഫയലിംഗും. അതായത് എക്സ്പീഡിയറ്റ് ഫയലിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് എല്ലാം ചേഞ്ച് ആവാനുള്ള ആ ടൈം പ്രോസസ്സ് ഒന്നും കൂടി ചെറുതായി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസുകളെല്ലാം പെട്ടെന്ന് മാറും. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ അപ്ലിക്കേഷൻ നോർമൽ അപ്ലിക്കേഷൻ ആണ് ഇടുന്നതെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞെങ്കിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ഒരു 6 മാസം കാത്തിരിക്കണം നമ്മുടെ അടുത്ത സ്റ്റേജ് എത്താൻ. ഒബ്ജക്ഷൻ ഉണ്ടോ ഇല്ലയോ, ചിലപ്പോൾ ഒരു വർഷമാവാം. ഒരു വർഷത്തോളം നീണ്ടു നിന്ന ഒരു വലിയ പ്രൊസീജിയറിന് ശേഷമാണ് അപ്പോഴാണ് അറിഞ്ഞത് അതിന് ഒബ്ജക്ഷൻ വന്നിട്ടുണ്ടെന്ന്. ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒബ്ജക്ഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും നമ്മളുടെ ഒരു 6 മന്ത്സ് ഇതിനായിട്ട് നീണ്ടുപോകും. പിന്നെ അതിന് ഹിയറിംഗിലോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. ഒബ്ജക്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല, രജിസ്ട്രി സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹിയറിംഗിലോട്ട് വിളിപ്പിക്കും. ഓക്കെ, അപ്പൊ ഹിയറിംഗ് വിളിച്ചിട്ട് ഒരു 7-8 മാസം നോർമൽ ടൈം പീരീഡ് ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ 1 വർഷമാവും, 1.5 വർഷമാവും. ഹിയറിംഗ് വിളിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു ടൈം ലെങ്ത് എന്ത് ചെയ്യാം, മൊത്തമായിട്ടൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് എക്സ്പീഡിയറ്റ് ഫയലിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ 4500 റുപ്പീസ് ആണ് ഗവൺമെന്റ് ഫീസ് എങ്കിൽ ഇതിനകത്ത് നമ്മൾ 4500 ഫയൽ ചെയ്തതിന് ശേഷം ഒരു 20,000 അഡീഷണൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീഡിയറ്റ് ഫയലിംഗ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും വേറൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എക്സ്പീഡിയറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ വേഗം കിട്ടും. അതായത് നമ്മളിപ്പോ ഒരു കോമൺ നെയിം ആണ് എടുത്തിരിക്കുന്നത്, അപ്പൊ ആ കോമൺ നെയിം പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടണം എന്ന് നമുക്ക് എക്സ്പീഡിയറ്റ് ഫയൽ ചെയ്തു അതുകൊണ്ട് എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് പറയാൻ പറ്റില്ല. രജിസ്ട്രി അത് ഓർഡർ പാസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് വേറെ സിമിലർ മാർക്സ് ഇല്ല, വേറെ ഇഷ്യൂസ് ഇല്ല, വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലോട്ട് വരുള്ളൂ. അല്ലാതെ ഒരു കോമൺ നെയിം എടുത്തിട്ട് നമുക്ക് എക്സ്പീഡിയറ്റ് ഫയൽ ചെയ്തു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് പറയാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് നോർമൽ ഫയലിംഗ് ആയിട്ടും ചെയ്യാം, എക്സ്പീഡിയറ്റ് ഫയലിംഗ് ആയിട്ടും ചെയ്യാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആധാർ കാർഡ്, പാൻ കാർഡ്, ബിസിനസ് പ്രൂഫ്, ഈ 2-3 ഡോക്യുമെന്റ്സ് മാത്രം മതി നമുക്ക് നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഫയൽ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരുപാട് ഡോക്യുമെന്റേഷന്റെ കാര്യമൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു സ്മോൾ എന്റർപ്രണർ ആണ്, ഇപ്പൊ തന്നെ എനിക്ക് എന്റെ പേര് വേറെ ആരെങ്കിലും കോപ്പി ചെയ്താലും എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും. അപ്പോ എപ്പോഴാണ് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, ഞാൻ എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതലല്ല, അല്ലെങ്കിൽ ഞാൻ ആ ഐഡിയ, എന്റെ ബിസിനസ് ഐഡിയ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അപ്പൊ ഞാനൊരു ബ്രാൻഡ് നെയിമും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബ്രാൻഡ് നെയിം നമുക്ക് അപ്പൊ തന്നെ സെക്യൂർ ചെയ്യാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സായി ബ്രാൻഡ് നെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 വർഷത്തോളം ആയതിനു ശേഷം എന്റെ അതേ നെയിമിൽ തന്നെ തൊട്ടടുത്ത ജംഗ്ഷനിൽ വേറൊരു ഷോപ്പ് കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനുശേഷം, അതായത് ആദ്യം പറയും വളരെ എക്സ്പെൻസീവ് അല്ലേ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്ത്. അപ്പൊ നമ്മളുടെ അത്യാവശ്യം നമ്മുടെ ടേൺ ഓവർ എല്ലാം ആയി, നമ്മുടെ ബിസിനസ് വളർന്നു, എക്സ്പാൻഡ് ചെയ്യണം, ഇനി വേറെയുള്ള കുറെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം ഓൾറെഡി വേറൊരു സ്ഥലത്ത്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന്റെ പുറകെ പോകല്, അതിന്റെ നോട്ടീസ് അയക്കല്, അതിനൊരു വക്കീലിനെ വെക്കണം. അപ്പോൾ ഇതെല്ലാ പ്രൊസീജിയറും കൂടെ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യണം, പേയ്മെന്റ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു വെക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എന്താണ്, ട്രേഡ് മാർക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നത്, അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണ്, അതായത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു കോമണർക്ക് ഉണ്ടാവുന്ന എല്ലാ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് അതായത് എന്തെങ്കിലും ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾ റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്, ആ ബ്രാൻഡ് നെയിം നിങ്ങളുടെ മാത്രം ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ആദ്യം തന്നെ പോയിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക. ഇപ്പൊ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിന്റെ, നിങ്ങളുടെ ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ഫ്യൂച്ചറിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരും വെയിറ്റ് ചെയ്യേണ്ട, എല്ലാവരും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇപ്പൊ തന്നെ എടുത്തേക്ക്. അപ്പോൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ കോംപ്ലിക്കേഷൻസിന്റെ വീഡിയോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഇൻഫ്രിഞ്ച്മെന്റ് വരിക,
അതേപോലെ തന്നെ എന്തെങ്കിലും റിയൽ ടൈം എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ഇൻഫ്രിഞ്ച്മെന്റുകൾ, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഒരു ട്രേഡ് മാർക്കിന്റെ ഫണ്ടമെന്റൽസ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്ത്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.